നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പാലക്കാട്ടെത്തും. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. 4 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെയും CPM-നെതിരെയും UDF-നെതിരെയും ഒക്കെ ഉന്നയിച്ചിരുന്നു പ്രധാനമന്ത്രി. പക്ഷേ ഇന്നത്തെ പ്രത്യേകത പ്രധാനമന്ത്രിയുടെ റാലിയാണ്, റോഡ് ഷോയാണ്. ഇന്ന് പൊതുസമ്മേളനമില്ല, പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നില്ല, പകരം റോഡ് ഷോയാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. 2 അക്കമുള്ള സീറ്റ് നേടും കേരളത്തിൽ എന്ന് മോദി പറയുമ്പോൾ അത് ആവർത്തിക്കുകയാണ് കേരളത്തിലെയും BJP പ്രവർത്തകർ. മോദിയുടെ റോഡ് ഷോ വോട്ടാകുമോ? വാർത്താരംഭം ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി ഇന്ന് വീണ്ടും കേരളത്തിൽ. രാവിലെ 10 മുതൽ പാലക്കാട് റോഡ് ഷോ. 3 മാസത്തിനിടെ മോദി കേരളത്തിലെത്തുന്നത് 5ാം തവണ. ആവേശത്തോടെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും. ബീഹാറിൽ NDA സഖ്യത്തിന് തിരിച്ചടി. കേന്ദ്രമന്ത്രി പശുപതി പരസ് മുന്നണി വിട്ടേക്കും. ഇന്ന് പദവി രാജിവെക്കുമെന്നും സൂചന. തീരുമാനം സീറ്റ് വിഭജനത്തിലെ അതൃപ്തിയെ തുടർന്ന്. കർണാടക മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡ ഇന്ന് BJP വിട്ടേക്കും. ഔദ്യോഗിക തീരുമാനം ഇന്നുണ്ടാകുമെന്ന് സൂചന. മൈസൂരുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. തെരഞ്ഞെടുപ്പ് ബോണ്ടിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി റിപ്പോർട്ടേഴ്സ് കളക്ടീവ്. BJPക്ക് ബോണ്ട് സ്വീകരിക്കാൻ ധനമന്ത്രാലയം ചട്ടത്തിൽ ഇളവ് വരുത്തി. കാലാവധി പൂർത്തിയായ 10 കോടിയുടെ ബോണ്ട് സ്വീകരിക്കാൻ SBIക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. 2018 കർണാടക തെരഞ്ഞെടുപ്പിനിടെ ബോണ്ടുകൾ BJP പണമാക്കി മാറ്റിയെന്നും റിപ്പോർട്ട്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ. പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകും. ഖർഗെയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നും നാളെയും. കൂടുതൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. കേരളത്തിന്റേതടക്കം 237 ഹർജികൾ പരിഗണിക്കും. ലീഗിന്റെയും ചെന്നിത്തലയുടെയും ഹർജികളും കോടതിയിൽ. AAPയുടെ സഞ്ജയ് സിംഗ് ഇന്ന് രാജ്യസഭാ MP ആയി സത്യപ്രതിജ്ഞ ചെയ്യും. നടപടി കോടതിയുടെ നിർദ്ദേശപ്രകാരം. ഇപ്പൊ ഇത് അവിടെയൊക്കെ പൂശി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ശബ്ദിച്ചോ ചട്ടങ്ങളൊക്കെ ജീവിച്ചിരിക്കലും വന്നിരിക്കുക. പൗഡർ പൂശി ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ സർജൻ. വീണ്ടും അധിക്ഷേപ പരാമർശവുമായി M മണി. ഡീൻ കുര്യാക്കോസ് പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നടക്കുന്നു. വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി. ഇടുക്കി മുൻ MP PJ കുര്യനും വിമർശനം. തൃശൂരിൽ വാഹനാപകടത്തിൽ ഒരു മരണം. പട്ടിക്കാട്ട് ദേശീയപാതയിൽ പച്ചക്കറി ലോറികൾ കൂട്ടിയിടിച്ചു. അപകടം പുലർച്ചെ 2 മണിയോടെ. പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തും. ഇന്ന് തന്നെ നടപടി തുടങ്ങാൻ മൂന്നാർ DFOയ്ക്ക് നിർദ്ദേശം. ആനയെ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കും. മയക്കുവെടി വെക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലെത്തും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ വന്നിറങ്ങുന്ന മോദി പിന്നീട് റോഡ് മാർഗം കോട്ട മൈതാനത്തെത്തും. 5 വിളക്ക് നിന്ന് കൃത്യം 10:30 റോഡ് ഷോ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് കനത്ത സുരക്ഷയിലാണ് പാലക്കാട് നഗരം. പ്രധാനമന്ത്രിയെ കാണാൻ 1.5 ലക്ഷത്തിലധികം BJP പ്രവർത്തകർ എത്തുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. റോഡ് ഷോയ്ക്ക് ശേഷം മോദി തമിഴ്നാട്ടിലേക്ക് മടങ്ങും. 3 മാസത്തിനിടെ മോദിയുടെ 5ാം കേരള സന്ദർശനമാണിത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. മേഴ്സി കോളേജ് മൈതാനത്ത് നിന്നും MS അനീഷ് കുമാർ, 5 വിളക്കിൽ നിന്ന് S വിനേഷ് കുമാർ, ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും CV അനുമോദ്. ആദ്യം ഞാൻ അനീഷിലേക്ക് പോകുന്നു. അനീഷ്,
മോദി കൃത്യസമയത്ത് തന്നെ എത്തുമെന്നാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. റോഡ് ഷോയുടെ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്? വലിയ സുരക്ഷയിലാണല്ലോ പാലക്കാട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും വലിയ സുരക്ഷാ നടപടികൾ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഈ പാലക്കാട് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പിന്നിൽ കാണുന്നത് മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടാണ്. ഈ മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങുന്നത്. അവിടെ നിന്നും റോഡ് മാർഗം പിന്നീട് പുറത്തേക്ക് പോകും. എന്തായാലും അതിന്റെ രണ്ട് വശവും ബാരിക്കേഡുകൾ കെട്ടി തിരിച്ചിരിക്കുന്നു. ആളുകളൊക്കെ ബാരിക്കേഡിന്റെ ഉൾവശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. ഈ സ്റ്റേഡിയത്തിനുള്ളിൽ, അതായത് ഹെലിപ്പാഡിനുള്ളിൽ വളരെ പരിമിതമായ ആളുകളെ മാത്രമാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. അവർക്ക് മാത്രമാണ് ഈ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള BJP നേതാക്കൾ, മറ്റ് പോഷക സംഘടനകളുടെ നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരടക്കം വളരെ കുറഞ്ഞ ആളുകൾക്കാണ് അവിടെ പ്രവേശന അനുമതി നൽകിയിരിക്കുന്നത്. കനത്ത പരിശോധനകൾക്ക് ശേഷം, ശക്തമായ പരിശോധനകൾക്ക് ശേഷമാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം പോലീസും SPG ഉദ്യോഗസ്ഥരും ആളുകളെ പരിശോധന നടത്തി അകത്തേക്ക് വിടുന്നത്. ഒപ്പം ഈ ഗ്രൗണ്ടിന്റെ സമീപ പ്രദേശത്തുള്ള കെട്ടിടങ്ങളുടെ മുകൾ വശത്തെല്ലാം പോലീസുകാരെ രാവിലെ മുതൽ വിന്യസിച്ചിരുന്നു. ഈ ഗ്രൗണ്ടിലേക്ക് ഉള്ള റോഡുകളും പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കുറച്ച് ആളുകളെ കാണാം. ഈ മോദിജിയെ സ്വീകരിക്കാനായി ഈ ഗ്രൗണ്ടിനുള്ളിലേക്ക് പോകാൻ തയ്യാറായി എടുത്തിരിക്കുന്ന ആളുകളാണ്. നിങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാനായുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലേ? പാലക്കാട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ. നമുക്കറിയാം പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അവിടുത്തെ കൗൺസിലർമാരാണ് ഇരിക്കുന്നത്. അതെ, ഞങ്ങൾ എല്ലാവരും കൗൺസിലർമാരാണ്. എന്താണ് ഈ പാലക്കാട് ഒരു കേരളത്തിലെ ഒരു നഗരം 10 വർഷമായി ഭരിക്കുന്നത് BJP ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റവും വരുത്തി. നിങ്ങളാണ് ശരിക്കും BJPയുടെ ഒരു ആവേശം, അല്ലേ? തീർച്ചയായും താഴേക്കടയുള്ള പ്രവർത്തകർ മുതൽ ഈ ലീഡർമാരൊക്കെയാണ് BJPയുടെ ഏറ്റവും വലിയ ആവേശം. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും രാവിലെ 7 മണി മുതൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അതേ, ഞങ്ങൾക്ക് COF ആണ് തിരിച്ചയക്കാനുള്ള COFിനാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വരവേൽപ്പല്ല, COF ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതെ, റോഡ് ഷോയ്ക്കൊന്നും പോകുന്നില്ല ഇവിടെ തന്നെ? ഇല്ല, റോഡ് ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി അറിയാലോ. അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇപ്പൊ തന്നെ വൈസ് ചെയർമാൻ, ചെയർപേഴ്സന്റെ വണ്ടി അടക്കം അവർ മേഴ്സി കോളേജ് ജംഗ്ഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പൊതുവെ ഒരു ആശങ്കയുള്ള കാര്യമാണ്. പിന്നെ SPGയുടെ കാര്യത്തിൽ ഇടപെടാനും പരിമിതികളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ നേരത്തെ തന്നെ സ്ഥലം കണ്ടെത്തി ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് പാലക്കാട് നഗരസഭയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയാം. എങ്ങനെയാണ് അദ്ദേഹത്തെ യാത്ര അയക്കാനുള്ള ഒരു അവസരമാണ്? എങ്ങനെ കാണുന്നു ആ ഒരു? വളരെയധികം സന്തോഷം. യാത്ര അയക്കുകയാണെങ്കിലും നമുക്കൊന്ന് കാണാൻ കിട്ടിയതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും മഹാഭാഗ്യമായി കരുതുന്നു മോദിജിയെ ഒന്ന് നേരിട്ട് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നമ്മളെ BJP എല്ലാവർക്കും റോഡ് ഷോ കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നേരിട്ടൊന്ന് അടുത്ത് നിന്ന് കാണാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കധികം സന്തോഷം. ഈ മോദിജിക്കൊക്കെ നിങ്ങളോട് പ്രത്യേക സ്നേഹമായിരിക്കുമല്ലോ, കാരണം 10 വർഷമായി BJP ഭരിക്കുന്ന ഒരു നഗരസഭയാണ്, അവിടുത്തെ പ്രതിനിധികളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും. അതിലെങ്ങനെ തോന്നുന്നു? വളരെയധികം സന്തോഷം. നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ മത്സരിച്ച് ജയിക്കുന്നത്, ആദ്യമായിട്ടുള്ള കൗൺസിലറാണ്. അപ്പോൾ ഈ ടേമിൽ തന്നെ നമുക്ക് മോദിജിയെ കാണാൻ സാധിക്കുക എന്നുള്ളത് വളരെയധികം എന്താ പറയുക, പറയാൻ പറ്റാത്തൊരു അത്രത്തോളം സന്തോഷമാണ്. നമുക്ക് പറയാൻ വാക്കുകളില്ല. എന്താണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു? വളരെ സന്തോഷം. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം. നിങ്ങൾ BJPക്ക് വലിയ നേട്ടം നേടിക്കൊടുത്ത ആളുകൾ കൂടെയാണ്, അല്ലേ? സത്യമായിട്ടും. എന്തായാലും BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഇടമാണ് ഈ നഗരസഭാ പരിധിക്ക്. കാരണം നഗരസഭയിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. നിങ്ങൾ മലമ്പുഴയിലുണ്ട്, മറ്റു പലയിടങ്ങളിലും 2ാം സ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പാലക്കാട്? ഇത്തവണ വലിയൊരു മാറ്റമാണ് പാലക്കാട്. എന്ത് തന്നെയായാലും ഇത്തവണ വിജയിക്കും 100% പ്രവർത്തകർ മുഴുവൻ ഉറപ്പാണ്. എല്ലാവരും നരേന്ദ്രമോദിജിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് താഴെത്തട്ടുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ എല്ലാം ഒരുമിച്ച് കൂടുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ ദിവസമാണ് പാലക്കാട് BJPയുടെ. ഈ 3ാം തവണയാണ് അദ്ദേഹം പാലക്കാട് തന്നെ വരുന്നത്, അല്ലേ? അതെ, 3ാം തവണയാണ്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പാലക്കാട് എന്ത് തന്നെയായാലും ഇത്തവണ ജയിക്കുമെന്ന് 100% ഉറപ്പാണ്. നമസ്കാരം. എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥലത്തേക്കാണ് അദ്ദേഹം എത്തുന്നത്? കാരണം പാലക്കാട് 10 വർഷമായി ഭരിക്കുന്നത് BJP ആണ്. കേരളത്തിൽ മറ്റൊരിടത്തിനും ആ ഒരു പ്രത്യേകത അവകാശപ്പെടാനുമില്ല, അല്ലേ? നരേന്ദ്രമോദിജി വളരെ എന്റെ ചെറുപ്പത്തിൽ തന്നെ നിരവധി പ്രാവശ്യം പാലക്കാട് വന്നിരുന്നു. 2001 അവസാനമായിട്ട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിലെ ശ്രീ സുരേന്ദ്രൻജിന്റെ കൂടെ വരികയും പാലക്കാട് വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമുള്ള പാർട്ടിയുടെ ഉജ്ജ്വലമായ പ്രകടനം ഇന്നിവിടെ ജയസാധ്യതയിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും വർദ്ധിച്ച വീര്യത്തോടുകൂടി
ഓരോ പ്രവർത്തകന്മാരും ഒരു എണ്ണയിട്ട യന്ത്രം കണക്കെ പ്രവർത്തിക്കുന്നു, ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു. പ്രധാനമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡബിൾ ഡിജിറ്റൽ നമുക്ക് പാസ്സാകും, ഡിജിറ്റൽ പാസ്സാണ്. എന്തായാലും 100% നമ്മൾ ആത്മവിശ്വാസത്തിലൂടെ പാർട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ വന്ന് നിങ്ങൾക്ക് നിർദ്ദേശം പഠിപ്പിച്ചു തന്നു. 100%. 2001 അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി രമ രഘുനന്ദൻ കോൺഗ്രസിന്റെ അന്നത്തെ ധനകാര്യ മന്ത്രിയായി കെ ശങ്കരൻ ആ സമയത്ത് ജില്ലാ ആശുപത്രിയുടെ പുറകിലെ NSS ഹാളിൽ വെച്ച് ശ്രീ നരേന്ദ്രമോദിജിയും കെ സുരേന്ദ്രൻജിയും കൂടി വരികയുണ്ടായി. അന്ന് തന്നെ എങ്ങനെ പാർട്ടിയെ ജയിക്കണം, എങ്ങനെ പ്രവർത്തകന്മാരുണ്ടാകണം എന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ഞാനാണ് പോയി അദ്ദേഹത്തിന് രാവിലെ 5:45 വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ വിളിക്കാൻ വേണ്ടി പോയത്. അപ്പൊ അന്ന് തന്നെ എങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം അതിനെ പറ്റിയിട്ട് ധാരാളമായിട്ട് ക്ലാസ് എടുത്ത ഒരു മകത്തേക്ക് എനിക്ക് പിന്നീട് പാർട്ടിയുടെ ഇവിടുത്തെ വളർച്ചയ്ക്കൊരു തറക്കല്ലിട്ടത്. 100% എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. നരേന്ദ്രമോദിജി അതുമാത്രമല്ല നിരവധി തവണ അതിനുശേഷം ഇവിടെ പാലക്കാട് ഈ സ്ഥാനം എത്ര മുമ്പ് ധാരാളം പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് അഭിമാനത്തിൽ എനിക്ക് പറയാൻ പറ്റും. എന്താ പറയുക, ഞാൻ ആ സമയത്ത് ഞാനാ കൊണ്ടുവന്നത്. എനിക്കതിൽ വലിയൊരു അഭിമാനം. അദ്ദേഹം ഇന്ന് ആ ആളല്ല. ഇന്ന് നിങ്ങൾ യാത്ര അയക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം റോഡ് ഷോ ഉണ്ട്, വലിയ തിരക്കൊക്കെ പട്ടണത്തിലുണ്ട്. പക്ഷെ അതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തെ യാത്രയാക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അതിൽ വലിയ സന്തോഷമായിരിക്കും. ഇതൊരു മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന്. ഒരു മിനിറ്റ് നിൽക്കേ, ഇതൊരു മഹാഭാഗ്യമാണ് അദ്ദേഹത്തിനെ കാണാൻ കിട്ടുന്നത്. ലോകാരാധ്യ നേതാവ് പണ്ടത്തെ നരേന്ദ്രമോദിജിയല്ല, അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവ് മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ്. പ്ലസ് ലോകത്തിലെ മുഴുവൻ വേൾഡിലെ മുഴുവൻ നേതാക്കന്മാരും അദ്ദേഹത്തിനോട് ചങ്ങാത്തം കൂടാൻ, അദ്ദേഹത്തിനോട് സൗഹൃദം പങ്കുവയ്ക്കാൻ മത്സരിക്കുന്ന കാഴ്ചകള് നിങ്ങളുടെ ടിവിയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അത്രയധികം ആവേശത്തോടുകൂടിയിട്ടാണ് ജനങ്ങൾ നരേന്ദ്രമോദിജിയെ കണ്ടുവരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ വനിതാ കൌൺസിലർമാരൊക്കെ കാത്തിരിക്കുകയാണ് അല്ലെ? അതെ. എങ്ങനെ തോന്നുന്നു ഈ ഒരു അവസരം? ഞങ്ങളുടെ കുറേ ദിവസത്തെ ഒരു ആഗ്രഹമാണ് മോദിജിയെ നേരിട്ട് കാണണം, മോദിജി ഇതുകൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം. 3 ദിവസമായിട്ട് മോദിജിക്ക് വേണ്ടിയിട്ട് തോരണങ്ങളും കൊടികളും തയ്യാറാക്കുന്ന വേളയിലായിരുന്നു ഞങ്ങൾ എല്ലാ സഹപ്രവർത്തകരും കൂടി. അപ്പം ഞങ്ങൾക്ക് ആവേശത്തിലായിരിക്കാണ്, സന്തോഷമുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ ആവേശമായിരിക്കുമല്ലോ. കാരണം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് പാലക്കാട് എത്തി. പാലക്കാട് നഗരസഭ നിങ്ങൾ ഭരിക്കുന്നു. മലമ്പുഴയിൽ 2ാം സ്ഥാനത്തുണ്ട്. അപ്പൊ പലയിടത്തും BJP താമര ഇങ്ങനെ വളർന്നു വരികയാണ് ഇവിടെ. അപ്പം അതിന് ഈ ഒരു വരവ് എങ്ങനെ? എന്തായാലും നമുക്കൊരു MP വേണം. MP ഉണ്ടെങ്കിൽ തന്നെ ഇനിയും കുറച്ചും കൂടി കേരളത്തിലേക്ക് വികസനങ്ങൾ വരാനുണ്ട്. അപ്പം അതായതുകൊണ്ട് നമുക്കൊരു MPയും കൂടി കിട്ടണം. അതിനുള്ള നിങ്ങൾക്കൊരു MP അല്ല, കേന്ദ്രമന്ത്രിയാണെന്നൊക്കെ പലരും ജയിച്ചാൽ കിട്ടാൻ. കൃഷ്ണകുമാർജി ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും പാലക്കാട് നല്ലൊരു വികസനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ മോഡിജിയെ കാണാനുള്ള ഞങ്ങളൊക്കെ വളരെ ആവേശത്തിലാണ്. 3 കൊല്ലം മുമ്പ് കോവിഡ് സമയത്താണ് അദ്ദേഹം വന്നത്. അന്ന് ഞങ്ങൾക്കൊന്നും മൂപ്പരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോയിനോ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കാണാൻ സാധിച്ചു. ഇന്ന് അതിനുള്ളൊരു അവസരം ഉണ്ടായിരിക്കണം. അതിനൊരുപാട് അഭിമാനം തോന്നുന്നു. തീർച്ചയായിട്ടും പാലക്കാടുകാർക്ക് അതിനുള്ളൊരു ഭാഗ്യം 2ാം തവണ ഉണ്ടായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലേ? ഈ ആ പ്രവർത്തനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും ഈ വരവ് അദ്ദേഹത്തിന്റെ? വളരെയധികം ഗുണം ചെയ്യും. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. വളരെയധികം അഭിമാനമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കൗൺസിലർ ആയിരിക്കുന്നത്. ഞങ്ങൾക്ക് അടുത്ത് നിന്ന് കാണാനും ഒരുപാട് സന്തോഷം. ഞങ്ങൾ കൊച്ചിയിൽ വന്നപ്പോൾ പോയി കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. സന്തോഷം. അതെ, ദൂരെ നിന്നാണ് കണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത് കാണാനുള്ള ഭാഗ്യമുണ്ട്. പാലക്കാട് അങ്ങനെ ആവേശത്തിലാണ്. വീടിന്റെ അടുത്തുള്ള എല്ലാവരും രാവിലെ പുറപ്പെട്ടു കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. അശ്വതി, ഇതാണ് ഇവിടുത്തെ ഒരു ആവേശം. കാരണം ഈ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരാണ് നമുക്ക് ചുറ്റും ഈ ഇരിക്കുന്ന ആളുകളൊക്കെ. അവർക്ക് മോദിജിയെ യാത്ര അയക്കാനുള്ള ഒരു ദൗത്യമാണ്. അദ്ദേഹത്തിന്റെ സീ ഓഫ് സമയത്താണ് കാണാൻ കഴിയുന്നത്. പക്ഷെ അവർ ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ ഈ റോഡ് ഷോ നടക്കുന്നു പാലക്കാട് നഗരത്തിൽ. അപ്പോൾ ആ റോഡ് ഷോയിലൊക്കെ ഏറ്റവും സജീവമായി പങ്കാളികളാവേണ്ടവരാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം അദ്ദേഹത്തെ യാത്ര അയക്കാൻ, ഒപ്പം നിന്ന് ചിത്രമെടുക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരമുണ്ട്. അതുകൊണ്ടാണ് അവർ രാവിലെ ഇത്രയും നേരത്തെ തന്നെ ഇവിടെ വന്ന് കാത്തിരിക്കുന്നത്. ഒപ്പം നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. അതായത് BJPയുടെ ഒരു കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നഗരപ്രദേശമാണ്. ഒപ്പം പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തി വലിയ പോരാട്ടം നടത്തി. ജില്ലയിലെ മറ്റ് ചില മണ്ഡലങ്ങളിലും ശ്രദ്ധേയമായ മാറ്റം കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നു. എന്തായാലും അത്തരം ശ്രമങ്ങൾക്ക്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ ഊർജ്ജം പകരുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ വരവ്. പലരും വളരെ വികാരധീനരായാണ് അദ്ദേഹത്തെ കാണാനായി ഇവിടെ കാത്തിരിക്കുന്നതും.
അതാണ് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തെ മടക്കിയ യാത്ര അയക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇപ്പോഴേ റെഡിയായിരിക്കുന്ന പ്രവർത്തകരെയാണ്, കൗൺസിലർമാരെയൊക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇനി CV അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, ഒരാഴ്ചക്കിടെ 4 ദിവസത്തിനിടെ 2ാം തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ പ്രചാരണ പരിപാടി കൂടിയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തകർക്ക് ആവേശമായി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ, പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അത് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക, അവിടെയുള്ള വോട്ടേഴ്സിനെ സ്വാധീനിക്കുക? അശ്വതി, നമുക്കറിയാം പാലക്കാട് BJPക്ക് ഏറെ ആഴത്തിൽ വേരുറപ്പുണ്ട് എന്ന് BJP അവകാശപ്പെടുന്ന മണ്ണാണ്. 3ാം തവണയാണ് മോദി ഇവിടേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യ തവണ ആണ് ഇപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. അത് പാലക്കാടാണ് എത്തുന്നത്, പാലക്കാട് റോഡ് ഷോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഭാഗത്താണ്. എനിക്ക് പിന്നിൽ 2 മിടുക്കികളുണ്ട്. ഇവർ പ്രധാനമന്ത്രിക്ക് നൽകാൻ വേണ്ടി അയോധ്യ മന്ദിരത്തിന്റെ മാതൃക, അതുപോലെ തന്നെ ശ്രീരാമന്റെ ചിത്രമൊക്കെ വരച്ചിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ അടുത്തൊന്ന് പോയിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് വരാം. മുളക് എന്തുകൊണ്ടാണ് വരച്ചത്? ഇത് മൈക്രോൺ പെന്നാണ്, മണ്ഡലാർട്ടിന്റെ തന്നെ പെന്നാണ്, അതുകൊണ്ട് വരച്ചതാണ്. എത്ര സമയം എടുത്തു? ഇത് ഇന്നലെ ചെയ്തത്, പ്ലാൻ ചെയ്തത്. അപ്പൊ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. എന്താ പറഞ്ഞപ്പോ SPG വന്ന് നോക്കി, ഇത് നോക്കി, അപ്പൊ അതേപോലെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു, പറ്റിയാൽ കൊടുക്കാം എന്ന് തന്നെ എല്ലാവരും പറയണത്. അതെ, ഇത് കാർഡ്ബോർഡാണ്. ഇത് മൊത്തം കാർഡ്ബോർഡാണ്. ഈ തൂണൊക്കെ വരുന്നത് വേസ്റ്റ് നൂലില്ലേ, നൂല് കഴിഞ്ഞ ആ കുറ്റിയാണിത്. അധികം വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെ ഉപയോഗിച്ചുള്ളൂ. എത്ര സമയം എടുത്തു? ഒരു 2-3 ദിവസം ഇത് കുറച്ചു നേരം എടുത്ത് ഉണ്ടാക്കിയതായിരുന്നു. മോദിക്ക് സമ്മാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണല്ലേ? അതെ, ഇത് അയോധ്യ ക്ഷേത്രം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ ഇങ്ങനെ ഒരു ഉണ്ടാക്കണം. ഇപ്പോ വലിയ സുരക്ഷാ സന്നാഹമൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവിടെയുള്ള ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്, ആളുകളുടെയും ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. അപ്പൊ കൊടുക്കാൻ പറ്റിയ നോക്കിയൊക്കെ പരിശോധിച്ചു പോയി. ഇത് ഭയങ്കര തൊട്ട് നോക്കലും ഉള്ളിലെന്തേലും ഉണ്ടോ ഭയങ്കര ചെക്കിംഗ് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നു, ഈ റോഡ് ഷോ നടത്തുന്നു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വലിയ സന്തോഷമായിരിക്കും. അവളുടെ പേരെന്താണ്? കൃഷ്ണപ്രിയ. നവനീത. എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രധാനമന്ത്രി കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം വലിയ സുരക്ഷാ പരിശോധനകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിൽക്കുന്നതിന്റെ പുറത്ത് നമുക്ക് കാണാൻ കഴിയും, ബാരിക്കേഡ് വെച്ച് കൃത്യമായ അകലത്തിൽ ആ പോലീസിന്റെ വലിയ ഒരു നിരയുണ്ട്. അതിനും പിറകിലായിട്ടാണ് ആളുകളെ നിർത്തിയിട്ടുള്ളത്. ഈ റോഡിന്റെ മറുവശത്തും അതേപോലെ തന്നെ ആ ബാരിക്കേഡ് വെച്ച് പോലീസിന്റെ വലയം തന്നെ ഉണ്ട്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ, 1 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന റോഡ് ഷോ ഇവിടെയാണ് വന്ന് അവസാനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും. അത്രമാത്രം വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. നമുക്ക് BJPയുടെ ഉന്നത നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ണികൃഷ്ണ മാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മോദിജിയുടെ പാലക്കാടിലെ സന്ദർശനം എന്ത് സന്ദേശമാണ് അതിലൂടെ BJPക്ക് നൽകാൻ കഴിയുക? തീർച്ചയായും ഇന്ന് നരേന്ദ്രമോദിജി പാലക്കാട് സന്ദർശിക്കുമ്പോൾ അതൊരു ചരിത്ര മുഹൂർത്തമായി മാറാൻ പോവുകയാണ്. കേരളത്തിൽ NDA ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. പാലക്കാട് മോദിജി വരുന്നതോടുകൂടി അതിന്റെ ആവേശം അതിന്റെ വാനോളം ഉയരുകയും ഇവിടെ മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർജിയുടെ വിജയം സുനിശ്ചിതമാക്കുകയും ചെയ്യും. രാവിലെ കൊടും ചൂടത്ത്, പാലക്കാടിനെ പോലുള്ള സ്ഥലത്തെ ചൂട് നമുക്കറിയാം. ആ ചൂടിനെ അതിജീവിച്ചുകൊണ്ടാണ് 10,000-കണക്കിന് ആൾക്കാർ മോദിജിയെ സ്വീകരിക്കാൻ വേണ്ടി അതിരാവിലെ തന്നെ ഈ സുൽത്താൻപേട്ട മുതൽ 5 വിളക്ക് വരെയുള്ള സ്ഥലങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനിയും 1000-കണക്കിന് ആൾക്കാർ വരാനിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നരേന്ദ്രമോദിജി കേരളത്തിന് നൽകുന്ന സന്ദേശം, അദ്ദേഹം പറഞ്ഞല്ലോ ഡബിൾ ഡിജിറ്റ് സംഖ്യ നേടുമെന്നുള്ളത്. ആ സംഖ്യ നേടാൻ വേണ്ടിയുള്ള പരിശ്രമം തന്നെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ സന്ദർശിച്ചു, തൃശ്ശൂരിൽ സന്ദർശിച്ചു, തിരുവനന്തപുരം സന്ദർശിച്ചു, പാലക്കാട് സന്ദർശിച്ചു. എവിടെയൊക്കെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചുകൊണ്ട് വലിയ ഉത്സാഹത്തിന്റെ അന്തരീക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ 400 കടക്കാനുള്ള കോൺട്രിബ്യൂഷനിൽ
പാലക്കാടും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ റോഡ് ഷോ മാത്രമേ പൊതുസമ്മേളനമില്ല, അതിലൊരു നിരാശയുണ്ടോ? ഒരു നിരാശയില്ല. അദ്ദേഹം റോഡ് ഷോയ്ക്ക് വന്നാൽ തന്നെ അതിന്റെ വലിയ ആവേശമാണ്. അദ്ദേഹം വരുന്നു, എല്ലാവരെയും കൈവീശുന്നു. ഒരു പൊതുസമ്മേളനമാണെങ്കിൽ ഒരു വളരെ ദൂരെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. ഇത് അദ്ദേഹം ജനതാദളിന്റെ അടുത്തുകൂടെ കൈവീശിക്കൊണ്ട് മുന്നേറുമ്പോൾ ഒരു പൊതുസമ്മേളനത്തെക്കാൾ വലിയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. എല്ലാവരുടെയും അടുത്തെത്തി മോദി കൈവീശി പോകുന്നു എന്ന് പറയുമ്പോൾ ഇരട്ടി ആവേശമാണ് അവർക്ക് നൽകുന്നത്. പൊതുസമ്മേളനത്തെക്കാൾ വലിയ ആവേശമാണ് റോഡ് ഷോയ്ക്ക് നൽകുന്ന കാര്യം തർക്കമൊന്നുമില്ല. നിലവിലെ ഒരു മണിക്കൂർ എങ്ങനെയാണ് അതിന്റെ സമയക്രമം ഏറ്റവും അവസാനത്തെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? 10 മുതൽ ഒരു 10:30 മണിക്ക് അദ്ദേഹം 10:15 മേഴ്സി കോളേജിന്റെ ഹെലിപ്പാഡിൽ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10:00 5 വിളക്കിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 മണിക്കൂർ സമയം അദ്ദേഹം മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല പാലക്കാടിന്റെ ഹൃദയം വികാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 10,000-കണക്കിന് അമ്മമാരും സഹോദരിമാരുമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അവരുടെ എല്ലാം തന്നെ ഹൃദയത്തിൽ മോദിജി സ്ഥാനം പിടിക്കും, കൃഷ്ണകുമാർജി സ്ഥാനം പിടിക്കും. ഇത്തവണ പാലക്കാട് താമര വിരിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാഷ് വളരെ തിരക്കേറിയ പ്രവർത്തനത്തിനിടയിലാണ് തൃശ്ശൂരാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ടോ? തൃശ്ശൂർ സ്ഥാനാർത്ഥി ഇല്ല. ഇതുപോലെ റോഡ് ഷോ ആയതുകൊണ്ട് സ്ഥാനാർത്ഥികളാരും തന്നെ ഇവിടെ വന്നിട്ടില്ല. കാരണം അതാത് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി തിരക്കിട്ട പര്യടനങ്ങൾ. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. സുരേഷ് ഗോപിയുടെ പര്യടനം ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാത്രമാണെന്ന് സ്ഥാനാർത്ഥിയുടെ ഒരു പര്യടനം മാറ്റിവെച്ചത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ റോഡ് ഷോയും ആവേശകരമായ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു മുഹൂർത്തമാണ് ഈ ഏപ്രിൽ 26 വരാൻ പോകുന്നത്. കേരളത്തിൽ 2 അക്ക ടാർഗറ്റിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിയുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ വ്യാപകമായി നടന്നത്. പ്രത്യേകിച്ചും പാലക്കാടിന്റെ കരിമ്പന കാറ്റില് ആടി ഉലയാതെ കരുത്തരായ രീതിയിൽ തന്നെ ആൾക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വളരെ നന്ദി മാഷേ. തിരക്കിലാണ് എങ്കിലും ഇത്രയും സമയം നമ്മുടെ പദ്ധതി ചെലവഴിച്ചു. നമുക്ക് ഇവിടെ ആളുകളൊക്കെ തന്നെ യുവാക്കളായിട്ടുള്ളവരും പലരും. നിങ്ങളൊക്കെ ഇവിടുത്തുകാരാണോ? പാർട്ടി പ്രവർത്തകരാണോ? അതെ. എന്താണ് ഇപ്പോൾ മോദിയെ അടുത്ത് കാണാൻ കഴിയുന്ന അവസരത്തെ കുറിച്ച് തോന്നുന്നത്? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് മുമ്പ് വന്ന് കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ട്. ഇത്ര അടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ്. എന്നാലും ആ ഒരു കാത്തിരിപ്പിലായിരിക്കും. അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല, കാരണം അപ്രതീക്ഷിതമാണ്. എന്തായാലും നമ്മൾ അവിടെ തന്നെയാണ്. അപ്പം മോദിജി ഞങ്ങൾ പാലക്കാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആവേശത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ ഒരു നിമിഷം മൂപ്പരെ കാണാനുള്ള ഭയങ്കരമായൊരു എന്റെ മോനടക്കം ആരെ വന്നിരിക്കുന്നത് ആരെ വന്ന് അവളെ രാജ് തൊട്ട് പറയണേ. മുമ്പ് കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോൾ കാണാൻ പറ്റിയിരുന്നോ? ഓ പിന്നെന്താ. അപ്പൊ ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. എങ്ങനെയാണ് അദ്ദേഹത്തിന് സന്ദർശനം? ഈ ഇലക്ഷന് എത്രമാത്രം കരുത്ത് നൽകുന്നത്? എന്തായാലും ഉറപ്പല്ലേ. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പിന്നെന്താ, സംശയിക്കുക വേണ്ട. പാലക്കാട് ഞങ്ങൾ പിടിച്ചിരിക്കും എന്തായാലും. പാലക്കാട് മാത്രമല്ല, ബാക്കി കുറെ ഭാഗങ്ങളുണ്ടല്ലോ. തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂര്. ഡബിൾ ഡിജിറ്റാണ് മോഡി പറയുന്നത് അല്ലേ? പിടിച്ചിരിക്കും. എന്താണ് നിങ്ങളൊക്കെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്? പലർക്കും സംസാരിക്കാൻ മടിയുണ്ട്. കാരണം അവർക്ക് ഓരോ ചുമതലകളുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് സംസാരിക്കുന്നതിന് തടസ്സമുണ്ട്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ റോഡിന്റെ ഇരുവശത്തും BJPയുടെ വളണ്ടിയേഴ്സ് താമരയുടെ എംബ്ലമുള്ള ടീഷർട്ട് ധരിച്ചും തൊപ്പി ധരിച്ചും അതുപോലെ തന്നെ കബോർഡ് ഫ്ലക്സുകളും ചിത്രങ്ങളും ഒക്കെ ഉയർത്തിയിട്ട് ഈ വഴിയുടെ 2 വശത്തും ഇപ്പോൾ തന്നെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമുണ്ട്. പക്ഷേ പാലക്കാട്ടെ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാനും അഭിവാദ്യം അർപ്പിക്കുവാനും പാലക്കാട്ടേക്ക് BJP പ്രവർത്തകർ കൂടുതൽ ഒഴുകിയെത്തുകയാണ്. എല്ലാ വഴികളും ഈ റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് എന്ന തരത്തിലാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നരേന്ദ്രമോദിയുടെ വാഹനം വരുമ്പോൾ പുഷ്പാർച്ചനയ്ക്കുള്ള പൂക്കൾ ഈ വാഹനത്തിൽ ഈ പ്രവർത്തകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പൂക്കൾ അദ്ദേഹത്തിൻ്റെ വാഹനം വരുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തുവാൻ പൂക്കൾ വിതരണം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് തൃശ്ശൂരിലും നമ്മൾ കൊച്ചിയിലും തൃശ്ശൂരിലും എല്ലാം കണ്ടതിൻ്റെ അതിനേക്കാൾ ഇവിടെ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂരിൽ നമുക്കറിയാം റൗണ്ട് വലിയ വീതിയുള്ള റോഡായിരുന്നു. പക്ഷേ ഇവിടെ ഇത് വളരെ ഇടുങ്ങിയ റോഡാണ് കമ്പാരിറ്റീവ്ലി. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി അടുത്ത് കാണുന്നതിന് പ്രവർത്തകർക്കൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ കഴിയും. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഈ പ്രവർത്തകരുമുള്ളത്. വലിയ സുരക്ഷാ സന്നാഹം തന്നെ ഈ സാഹചര്യങ്ങളിൽ കടുത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പോലീസിൻ്റെയും SPGയുടെയും വലിയ ഒരു സന്നാഹം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിലും ഇനി അല്പസമയം കൂടി മതി ഈ ഒരു കാത്തിരിപ്പ് എന്ന പ്രതീക്ഷയാണ് ഇവിടെ എത്തിച്ചേർന്നവർക്ക്.
10:30 അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കും. അദ്ദേഹം അഭിവാദ്യം സ്വീകരിക്കും. അദ്ദേഹത്തെ അടുത്ത് കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ എത്തിച്ചേർന്ന പ്രവർത്തകരെല്ലാം ഉള്ളത്. എന്താണെങ്കിലും പാലക്കാട് നഗരം മോദിയെ സ്വീകരിക്കാൻ, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. അശ്വതി. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. റോഡ് ഷോ സമാപിക്കുന്നിടത്തും വലിയ തിരക്ക്, വലിയ ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പ്രവർത്തകരടക്കം കാത്തു നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ റോഡ് ഷോ തുടങ്ങുന്ന അഞ്ചുവിളക്കിൽ നിന്ന് എസ് വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, ഇനി 39 ദിവസമാണ് കൃത്യമായി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ, വിധി എഴുതാൻ ഉള്ളത്. ആ ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി എത്തുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ്? എന്തുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുത്തു പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യം കൂടി വളരെ പ്രസക്തമാണ്. അതുപോലെ രണ്ടക്ക സീറ്റ് പ്രതീക്ഷിക്കുന്നു ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. അതിനായുള്ള പ്രചാരണം നടത്തുന്നുണ്ട് എന്ന് പ്രവർത്തകർ ഉറപ്പിച്ചു പറയുന്നു. ഏത് രീതിയിലാണ് പാലക്കാട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത്? അശ്വതി, അഞ്ചുവിളക്കിൽ നിന്ന് കൃത്യം 10:30 തന്നെ റോഡ് ഷോ ആരംഭിക്കും. 10:15 മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ കാർ മാർഗം ഇവിടെയാണ് എത്തുക. ഈ അഞ്ചുവിളക്കിൽ നിന്ന് ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ നിന്നാണ് കൃത്യം ഇവിടെ നിന്ന് തന്നെ റോഡ് ഷോ ആരംഭിക്കും. 900 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ഇത് അവസാനിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസിന് വരെയുള്ള ദൂരം. ഇത് 1 മണിക്കൂറാണ്. ഈ കൃത്യം 1 മണിക്കൂറിനകം തന്നെ ഇത് പൂർത്തിയാക്കി അദ്ദേഹം സേലത്തേക്ക് തിരിച്ചു പോകും. ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം സേലത്തൊരു പൊതുസമ്മേളനമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനമാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൃത്യം 11:30 തന്നെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം തിരിക്കും. മേഴ്സി കോളേജിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം, കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ ആളുകൾ എത്തുന്നുണ്ട്. വലിയ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായാണ് കേരളത്തിൽ നരേന്ദ്രമോദി എത്തുന്നത്. അതിന്റെ ഒരു ആവേശമുണ്ട്. അത് പാലക്കാട് എത്തുമ്പോൾ, കാരണം പാലക്കാടിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. പാലക്കാട് രാഷ്ട്രീയപരമായി BJPക്ക് വലിയ വളക്കൂറുള്ള ഒരു മണ്ണാണ്. കഴിഞ്ഞ കാലങ്ങളിൽ BJP വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു മണ്ണാണ്. സ്വാഭാവികമായും കൂടുതൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം കൂടുതൽ കരുത്താവും എന്നുള്ളൊരു വിശ്വാസവും ആത്മവിശ്വാസം എന്തായാലും BJP പ്രവർത്തകർക്കുണ്ട്. ഇതിന് കൂടുതൽ പ്രചോദനം നൽകുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. തൊട്ടടുത്ത് നമുക്കറിയാം തൃശൂർ മണ്ഡലമുണ്ട്. തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാവുന്നു. അവിടെയും വളരെ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നു. പാലക്കാട്ടേക്ക് എത്തുമ്പോൾ പാലക്കാട് കൃത്യമായി തന്നെ നമുക്കറിയാം ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ തവണ UDF ആണ് ജയിച്ചെങ്കിൽ പോലും ഇവിടെ BJP ഒട്ടും പുറകിലല്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ തവണ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ച C കൃഷ്ണകുമാർ തന്നെയാണ് ഇത്തവണയും NDA സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ തന്നെ 2 ലക്ഷത്തിലധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ മോദിയുടെ ആ ഒരു മോദി പ്രഭാവം പരമാവധി ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ തനിക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു 2 ലക്ഷത്തിലധികം വോട്ടുകൾ കൂടുതൽ ലഭിച്ചാൽ മാത്രമാണ് BJP സ്ഥാനാർത്ഥിക്ക് ഇവിടെ ജയിച്ചു കയറാൻ കഴിയുകയുള്ളൂ എന്നൊരു പ്രായോഗികമായ ഒരു കാര്യം കൂടിയുണ്ട്. എങ്കിൽ പോലും ഈ മോദിയുടെ സന്ദർശനം തൃശ്ശൂരിനും പാലക്കാടിനും, അതുപോലെ തന്നെ നമുക്കറിയാം BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളായാണ് ഈ പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂരും എല്ലാം കാണുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സാധ്യത ഇവിടെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാടെത്തിയത്. മൂന്നാമതെത്തുന്നതാവട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ C കൃഷ്ണകുമാറിന്റെ പ്രചാരണാർത്ഥം. ഒരു കൃഷ്ണകുമാറിന്റെ പ്രചാരണാർത്ഥം എന്ന് നമുക്കതിനെ ആ രീതിയിലേക്കല്ല കണ്ട്, മറിച്ച് ഇത് കേരളത്തിന് മുഴുവൻ വലിയ ആവേശമാകാൻ ഈ അദ്ദേഹത്തിന്റെ വരവിന് കഴിയും, അല്ലെങ്കിൽ BJP പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ഒരു വരവ് എങ്ങനെയാണ് കാണുന്നത്? നല്ല സന്തോഷമായി അംഗീകരിക്കുന്നു. കേരളത്തിൽ ഇപ്രാവശ്യം 2-3 സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷയോടുകൂടി. മുമ്പ് നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ടോ? തൃശ്ശൂർ പോയി കണ്ടിട്ടുണ്ട്, കുന്നംകുളം അവിടെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് മൂന്നാമതാണല്ലോ വരുന്നത്. ഇപ്പൊ അതിപ്പോ 2 മുറി വരാൻ പറ്റിയില്ല, ഈ പ്രാവശ്യം വരാൻ പറ്റിയത്. ഇങ്ങനെ കാണുന്നു സന്തോഷം വരുന്നതില്. പൂവൊക്കെ ഉണ്ടല്ലോ കയ്യില്, പൂവൊക്കെ ഉണ്ടല്ലോ. അതെ, എറിയാനാണോ? അതെ. മുമ്പ് കണ്ടിട്ടുണ്ടോ പ്രധാനമന്ത്രി? പാലക്കാട് വന്ന എല്ലാ സമയത്തും നമ്മൾ വന്നിട്ടുണ്ട്. തൃശ്ശൂരും പോയിരുന്നു? തൃശ്ശൂരും പോയിട്ടുണ്ടായിരുന്നു. വലിയ സാധ്യത ഉണ്ടോ തവണ? പ്രവർത്തകരാണോ, പാർട്ടി പ്രവർത്തകരാണ്? എന്തായാലും അദ്ദേഹത്തിന്
പിന്നെ പൂക്കളുമായാണ് ആളുകൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുമ്പോൾ പൂക്കൾ എറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ വലിയ ആരവത്തോടു കൂടി തന്നെ സ്വീകരിക്കും എന്നാണ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും പാലക്കാടിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലും ഉൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ BJPക്ക് വലിയ വളർച്ചയുണ്ട്. അത് പിന്നെ ദീർഘകാലം കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. BJPക്ക് ഇവിടെ കൃത്യമായി തന്നെ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരുടെ വളർച്ച എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ചാണ് BJPയിലെ ശ്രീധരൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. എങ്കിൽ പോലും രണ്ടാം സ്ഥാനത്തേക്ക് എത്തി. വളരെ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അന്ന് ഷാഫി പറമ്പിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് BJP പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം BJPക്ക് പാലക്കാട് കൃത്യമായ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി BJPയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ശക്തമായി തന്നെ ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇക്കാര്യം ഇപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടത്. ശരി ദിനേശ്, ആ വളർച്ചയെ ത്വരിതപ്പെടുത്തുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോയിലൂടെയും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിലൂടെയും BJP ലക്ഷ്യമിടുന്നതും. ഡാൻ കുര്യൻ കൂടി ചേരുന്നു ഈ വരവിന്റെ ഒരു രാഷ്ട്രീയ വിശകലനത്തിനായി. ഡാൻ, ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കുമെന്നുള്ള അവസരത്തിലായിരുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ആവേശത്തോടെ കാത്തിരുന്ന നിമിഷമായിരുന്നു. അതേസമയം എതിർ പാർട്ടികളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വലിയ ദീർഘമായൊരു പ്രസംഗം പ്രധാനമന്ത്രി നടത്തി. താൻ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തി. പക്ഷെ ഇന്ന് പാലക്കാട്ടേക്ക് എത്തുമ്പോൾ റോഡ് ഷോയാണ്. നേരത്തെ MS അനീഷ് കുമാറും വിനേഷും CV അനുമോദും ഒക്കെ അവിടെയുള്ള പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, മോദി സംസാരിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി, അദ്ദേഹം ഒന്ന് കൈവീശി കാണിച്ചാൽ മതി. ആ പ്രഭാവത്തിൽ വിശ്വസിക്കുകയാണ് പ്രവർത്തകർ. അത് വോട്ടായി മാറുമോ എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായി അശ്വതി, ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അദ്ദേഹത്തിനൊരു താരപരിവേഷം പ്രവർത്തകർക്കിടയിൽ സമൂഹത്തിനിടയിൽ ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ അത് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കും, അത് വോട്ടായി മാറുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മധ്യ കേരളത്തിൽ പത്തനംതിട്ടയിലെ അദ്ദേഹത്തിന്റെ കടന്നുവരവോടെ മധ്യ കേരളത്തിൽ BJP പ്രവർത്തകർക്കിടയിൽ അത് വലിയ തരത്തിൽ ആവേശമായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയപ്പോൾ വലിയ ചൂടിനെ അവഗണിച്ചുകൊണ്ട് മണിക്കൂറുകൾ നരേന്ദ്രമോദി 1 മിനിറ്റ് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുടെ നീണ്ട നിര അത് ശംഖുമുഖത്തും വലിയ തുറയിലും അതോടൊപ്പം തന്നെ ചാക്കിയിലും ഒക്കെ കണ്ടതാണ്. സെൻട്രൽ സ്റ്റേഡിയം വരെ നീളുന്ന ക്യൂ നമ്മൾ കണ്ടതാണ്. സമാനമായ തരത്തിൽ പാലക്കാടും ഈ അത്യുഷ്ണത്തിന് നടുവിലും ഇത്രയധികം ആളുകൾ പ്രധാനമന്ത്രി ഒരു നോക്ക് നേരിൽ കാണാൻ വേണ്ടി എത്തുന്നുവെന്ന് പറയുമ്പോൾ കൃത്യമായി അദ്ദേഹം കേരളത്തിൽ പ്രത്യേകിച്ച് BJP പ്രവർത്തകർക്കിടയിൽ വലിയ തരത്തിലൊരു ആവേശമായി മാറാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് തന്നെ കഴിയും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിക്ക് മറ്റ് പൊതു സമ്മേളനത്തിൽ സംസാരിക്കുന്ന തരത്തിലുള്ള ചടങ്ങുകളൊന്നുമില്ല എങ്കിലും അദ്ദേഹത്തിന്റെ റോഡ് ഷോയിലൂടെ തന്നെ വലിയ തരത്തിൽ അതൊരു വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തുന്നത്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ തന്നെ നമ്മൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നതാണ്, ഈ 2 മാസത്തിനിടയിൽ 4ാമത്തെ കേരള സന്ദർശനത്തിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നു. അതായത് കേരളത്തെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, ദക്ഷിണേന്ത്യയിൽ കേരളത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ 2 അക്ക സംഖ്യയിലേക്ക് എത്തുമെന്ന പ്രധാനമന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ കേരളത്തെ BJP ലക്ഷ്യം വെക്കുന്നു. ഓപ്പറേഷൻ താമര അത് കൃത്യമായി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും കോൺഗ്രസിൽ നിന്നടക്കം മുതിർന്ന നേതാക്കളെ BJPക്കൊപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആരാണ് അടുത്തതായി എത്താൻ പോകുന്നത് എന്ന ഉദ്വേഗം ഒക്കെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നതിന്റെ കാരണം വലിയ തരത്തിൽ കേരളത്തെ മോദി ലക്ഷ്യം വെക്കുന്നുവെന്നത് തന്നെയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ നിലവിൽ നടക്കാൻ പോകുന്ന ഏപ്രിൽ 26 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തരത്തിൽ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും താമര വിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തണമൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം,
പാലക്കാട്, തൃശ്ശൂർ, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് BJP നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ ത്രികോണ മത്സരം നടക്കുമെന്ന് എതിർ സ്ഥാനാർത്ഥികൾ വരെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് BJP ഈ മണ്ഡലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. തിരുവനന്തപുരത്തും ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാക്പോരുകളിലേക്ക് വരെ, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോരുകളിലേക്ക് വരെ ഈ കാര്യങ്ങൾ എത്തുന്നത്. കൃത്യമായി ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ സ്വാധീനമുറപ്പിക്കുന്ന തരത്തിലേക്ക് പ്രചാരണം നടത്തിക്കൊണ്ടു പോകാൻ BJPക്ക് കഴിയുന്നു എന്നത് തന്നെയാണ്. എന്തായാലും പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തുന്നതോടെ വടക്കൻ കേരളത്തിലും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തകർക്കിടയിൽ ആവേശം പകരാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഡാൻ, മറ്റൊന്ന് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തുന്നത് വരെയും കേരളത്തിലെ BJP പ്രവർത്തകരടക്കം നേതാക്കളടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് 4 മണ്ഡലങ്ങൾ, എണ്ണിപ്പറഞ്ഞ 4 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ 5 മണ്ഡലങ്ങളിലാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അവിടെ താമര വിരിയിക്കും എന്ന രീതിയിലായിരുന്നു. പക്ഷെ പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെത്തി വേദിയിൽ പറഞ്ഞത് 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ മിനിമം 10, അതാണ് പ്രധാനമന്ത്രി പ്രവർത്തകരോട് ആവേശത്തിൽ പറഞ്ഞ കാര്യം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് 10 എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ 2 ഡിജിറ്റ് എന്ന് പറയുമ്പോഴും അവർക്ക് കൃത്യമായി അറിയാം ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെന്നും ഇവിടുത്തെ ഈ മണ്ണിന്റെ പ്രത്യേകതകളും എല്ലാം. അത്തരത്തിലൊരു പ്രവർത്തനം പ്രധാനമന്ത്രിയുടെ ആ 2 ഡിജിറ്റ് പ്രസ്താവനയിൽ ഇപ്പോൾ BJPക്ക് എത്രത്തോളം ആവേശം നൽകുന്നുണ്ട്? അവർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? തീർച്ചയായിട്ടും, അതായത് ഈ 2 ഡിജിറ്റ് എന്ന് ഒരു പക്ഷേ അദ്ദേഹം പ്രവർത്തകർക്കിടയിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു അത്തരത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ വന്ന ഒരു ഭാഗമായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തെ കൃത്യമായി അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. അദ്ദേഹം 2 ഡിജിറ്റ് എന്ന് പറയുമ്പോഴും BJPക്ക് വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന കൃത്യമായ ബോധ്യം നേരത്തെ തന്നെ വിവിധ സർവേകൾ നടത്തിയതിലൂടെ കേന്ദ്ര നേതൃത്വത്തിനടക്കം, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനടക്കം ബോധ്യപ്പെട്ടതുമാണ്. ആ കാറ്റഗറിയിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. അവിടെയാണ് നമ്മൾ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, അതോടൊപ്പം തന്നെ പാലക്കാട്, പിന്നീട് തൃശ്ശൂർ. പക്ഷേ തൃശ്ശൂരിലേക്ക് K മുരളീധരൻ്റെ കടന്നുവരവ് അത് സുരേഷ് ഗോപിക്ക് വലിയ തരത്തിലൊരു വെല്ലുവിളിയായി മാറുമെന്ന കാര്യം പാർട്ടി നേതൃത്വത്തിന് തന്നെ, അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ബോധ്യമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ കളം നിറയുന്നതിൻ്റെ സാഹചര്യവും അതുതന്നെയാണ്. എന്തായാലും ഒരു പക്ഷേ ഇനിയും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം അത് ഒരിക്കലും പാലക്കാട് കൊണ്ട് അവസാനിക്കേണ്ടതെന്നായിരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ദക്ഷിണേന്ത്യയിൽ അവിടെ കൃത്യമായി കേരളത്തിൽ കണ്ണും നട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹം തന്നെ നേതൃത്വം നൽകുന്നു, ചുക്കാൻ പിടിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കേരളത്തിന് മോദിയുടെ ഗ്യാരണ്ടി വികസനമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തു നിന്നുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പറയുമ്പോൾ അവിടെ കൃത്യമായി വന്ദേ ഭാരതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ വികസനം റെയിൽ വികസനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റു തലങ്ങളിലേക്ക് കൂടി വികസിക്കേണ്ടതുണ്ട്. അതിന് തങ്ങളെ വിജയിപ്പിക്കണമെന്ന ആവശ്യമാണ് വോട്ടർമാർക്ക് ഇടയിൽ സ്ഥാനാർത്ഥികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മോദി തുടർച്ചയായി കേരളത്തിലേക്ക് എത്തുന്നത് വോട്ടർമാർക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാറാൻ പോകുന്നത്. നമുക്കറിയാം, ഈ സാധാരണക്കാരായ നിഷ്പക്ഷരായ വോട്ടർമാരോടൊക്കെ ചോദിക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസനമാണ് നമുക്ക് ആവശ്യം, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണണം, ഇവിടെ വിദ്യാഭ്യാസമുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികൾ പോലും മികവുറ്റ കഴിവുള്ളവർ പോലും തൊഴിൽ ലഭിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതിന് പരിഹാരം കാണണം. ഇങ്ങനത്തെ ആവശ്യങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത്. അവിടേക്ക് കൃത്യമായ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ നരേന്ദ്രമോദിക്കും BJPക്കും കഴിയുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായി മുമ്പോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കും. ശരി ഡാൻ, എന്തായാലും കൃത്യം 10:30 തന്നെ 5 വിളക്കിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കും. നമുക്ക് ആ വാർത്തയിലേക്കും പ്രതിനിധികളിലേക്കും വളരെ വേഗം മടങ്ങിയെത്താം. അതിനു മുൻപ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞു. 50 മീറ്ററോളം ദൂരമാണ് കടൽ ഉൾവലിഞ്ഞത്. പുറക്കാട് മുതൽ തെക്കോട്ട് 300 മീറ്ററോളം ഭാഗത്താണ് കടൽ ഉൾവലിഞ്ഞത്. പുറക്കാട് മുതൽ പഴയങ്ങാടി വരെയുള്ള ഭാഗത്താണ് ഈ പ്രതിഭാസം ദൃശ്യമായത്.
വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, നമുക്ക് ഈ പുറക്കാട് നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ കൃത്യമായി അത് മനസ്സിലാകുന്നുണ്ട്. കടല് ഉൾവലിഞ്ഞിരിക്കുന്നത് കൃത്യമായ ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, എന്താണ് പറയുന്നത് പ്രദേശവാസികളടക്കം? അശ്വതി, വേലി ഇറക്കത്തിന്റെ ഭാഗം, അതായത് 25-ാം തീയതി വെളുത്തവാവാണ്. വാവുമായി ബന്ധപ്പെട്ട വേലി ഇറക്കത്തിന്റെ ഭാഗമായാണ് കടൽ ഇത്തരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന ആളുകളിൽ നിന്നും, അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രം അടക്കമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ തേടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു വരൾച്ചയുടെ ഒക്കെ ഭാഗമായി കുറച്ചുകൂടി കടല് പുറകിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇനി അടുത്ത മാസങ്ങളിൽ, അതായത് മെയ്യും ജൂണും ഒക്കെ അടങ്ങുന്ന മാസങ്ങളിലേക്ക് വരുമ്പോൾ കടൽക്ഷോഭത്തിനുള്ള സാധ്യതകളുണ്ട്. അതിന് മുൻപായുള്ള ഒരു ഉൾവലിയലായിട്ടും ചാകരയുടെ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടുമാണ് ഇത്തരത്തിൽ ഉൾവലിയൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. ഇതിന് മറ്റ് ആശങ്കയ്ക്ക് വകയില്ല. പക്ഷേ ഈ തീരത്തുണ്ടായിരുന്ന കുറേ വള്ളങ്ങൾ അടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ആളുകൾക്ക് ഈ ചെളിയും മറ്റും വന്ന് നിറഞ്ഞ് വെള്ളം വലിഞ്ഞതുകൊണ്ട് അവിടേക്ക് ഈ വള്ളങ്ങൾ കയറ്റാൻ കഴിയാത്തൊരു സാധനം. ഏകദേശം 50 മീറ്ററോളമാണ് ഈ പുറക്കാട് മുതൽ ഉള്ള തെക്കോട്ടുള്ള ഭാഗത്ത് ഈ കടൽ ഇത്തരത്തിൽ കണ്ടിട്ടുള്ളത്. ചൊവ്വാഴ്ച പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു കടലിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഇത് പഠനങ്ങൾ നടത്തുന്ന ആളുകൾ പറയുന്നത് സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ്. പക്ഷേ നിലവിലത്തെ ഒരു കാലാവസ്ഥയുടെയും വരൾച്ചയുടെയും ഒക്കെ ഭാഗമായി കുറച്ചുകൂടി കടല് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുട്ടനാട്ടിലെ ജലനിരപ്പുമായി തന്നെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാം. കുട്ടനാട്ടിലും ഇപ്പൊ വലിയ തോതിൽ ജലനിരപ്പ് വളരെ കുറവാണ്. അപ്പോൾ കടലിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ ആശങ്കയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വകയില്ല. ഈ 25-ന് വരുന്ന ആ വാവുമായി ബന്ധപ്പെട്ടുള്ള ലോ ടൈഡ്, അതായത് വേലി ഇറക്കമാണ് ഈ കാണിക്കുന്നത് എന്നുള്ള ഈ പ്രതിഭാസം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ശരണ്യ, മത്സ്യബന്ധന തൊഴിലാളികൾക്കോ മറ്റോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണോ ഇത്? അവരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ പ്രതിഭാസം എന്ന് പറയുമ്പോഴും ഇതിന്റെ ഏത് രീതിയിലാണ് ഇത് അവരെ ബാധിക്കുക? ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? അത് ഈ ചെളി രൂപപ്പെട്ടത് 25 കിലോമീറ്ററോളം തീരത്ത് ആണ് ഈ ചെളി രൂപപ്പെട്ടിട്ടുള്ളത്. അത് 2 കിലോമീറ്ററോളം ഈ ഒരു പ്രതിഭാസം നിലനിൽക്കുന്നത്. നമ്മളെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, പുറക്കാട് ഭാഗത്ത് വള്ളങ്ങളൊക്കെ അടുപ്പിക്കാൻ കഴിയുന്ന സ്ഥലത്ത്, അതായത് തീരമുള്ള ഭാഗത്താണ് ഈ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഭാസം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വള്ളങ്ങൾക്ക് മറ്റും കരയിലേക്ക് അടുക്കാൻ കഴിയാത്ത, വള്ളങ്ങൾ കയറ്റി വെക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. കുറച്ച് വള്ളങ്ങൾ ഇപ്പോഴും കടലിൽ തന്നെയാണ്, അതായത് തീരക്കടലിൽ തന്നെ അവർക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ സ്ഥലത്തേക്ക് ചെളി നിറഞ്ഞ് വെള്ളം വലിഞ്ഞതുകൊണ്ട് അങ്ങോട്ട് വള്ളങ്ങൾക്ക് തുഴഞ്ഞടുക്കാൻ കഴിയാത്ത, ആഴക്കുറവ് മൂലം തുഴഞ്ഞടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ഇനി പക്ഷെ ഇത് സ്വാഭാവികമായി തന്നെ ഇത് തിരിച്ചു മടങ്ങി വരും, ഈ പ്രതിഭാസം മടങ്ങി വരും എന്നുള്ള കാര്യമാണ് ഈ പഠനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അത് ഈ വേലി വാവുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായ ഒരു വേലിയിറക്കമാണ്. അതിൽ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയുടെ ഒരു വെള്ളത്തിന്റെ കുറവും മറ്റു കാര്യങ്ങളും ഇപ്പോഴത്തെ ചൂടും ഒക്കെ കാരണമാണ് അത്രയും വെള്ളം വലിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. കുട്ടനാട്ടിലെയും ജലനിരപ്പ് താഴ്ന്നോട് കുട്ടനാട്ടിൽ നിന്നും ഒഴുകി കയറുമല്ലോ, ഈ തോട്ടപ്പള്ളി അടക്കമുള്ള മേഖലകൾ വഴി വെള്ളം ഒഴുകി കയറുന്നുണ്ട്. പക്ഷെ കുട്ടനാട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പുറക്കാട് ഭാഗത്തേക്ക്, തോട്ടപ്പള്ളിയോട് അടുക്കുന്ന പുറക്കാട് ഭാഗത്തേക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ചാകര പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇതൊരു ചെളിയുള്ള പ്രദേശമാണ്. സോ ഇവിടെ ചാകര വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാകര പ്രദേശം ആയതുകൊണ്ട് ചെളി, അവിടെ അടിത്തട്ടിൽ ചെളിയുണ്ട്. ആ ചെളി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് അത് മത്സ്യബന്ധന യാനങ്ങൾക്ക് തിരിച്ച് കരയിലേക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോ മറ്റ് ഇടങ്ങൾ കൊണ്ട് ആങ്കർ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇത് വളരെ പെട്ടെന്ന് തന്നെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ, 2 ദിവസം പോകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയുന്ന പഠനങ്ങൾ നടത്തുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. ഡോക്ടർ പത്മകുമാർ അടക്കമുള്ള ആളുകളുമായി നമ്മൾ സംസാരിച്ചു, അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിൽ. അദ്ദേഹം ഉൾപ്പെടെ പറയുന്നത് വളരെ പെട്ടെന്ന് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കടൽ എത്തുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിന്റെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ചൂടും വെള്ളത്തിന്റെ കുറവും ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 25-ാം തീയതിയുള്ള വാവിന് മുന്നോടിയായിട്ടുള്ള വേലി ഇറക്കമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രദേശവാസികളുടെ വാക്കുകളിലേക്ക്. ഈ വേലിയേറ്റം ഉണ്ടാകുന്ന വേലിയേറ്റം ഈ പക്കമുണ്ട്, പ്രത്യേകിച്ച് അത് ചില ആഴ്ചകളിൽ ഉണ്ടാകുന്ന, അല്ലാതെ അതിനകത്ത് പ്രത്യേകതയൊന്നും ഇല്ല. എല്ലാ കൊല്ലവും ഇങ്ങനെ വൃത്തിയത്തിലുമൊക്കെ വേലിയേറ്റം ഉണ്ടാകും. ആ സമയത്തുണ്ടാകുന്ന
ചേറ് അടിഞ്ഞ് കരക്ക് കയറും, കയറി ചാകര കരയിൽ പിടിവിടുന്നു, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. ചിലപ്പോൾ 2 ദിവസം നിൽക്കത്തുള്ളൂ, 2 ദിവസം കഴിയുമ്പോൾ അത് മാറും. ചാകര എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലേക്ക് ഈ കടൽ ഉൾവലിഞ്ഞ് മാറിയിട്ടുള്ളത്. സ്വാഭാവികമായും വേനലായി കഴിയുമ്പോഴേക്കും അതിനോടൊപ്പം തന്നെ പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാകുന്നതിൻ്റെ സൂചന കൂടി. ഇതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ വെള്ളം വലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സമീപ പ്രദേശത്തുള്ള ഭാഗങ്ങളിൽ വെള്ളം ശക്തമായി ഇരച്ച് കയറുകയും ചെയ്യും. ശരി, ഇപ്പോൾ എച്ച് സലാം MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. MLA, ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ലല്ലോ അല്ലേ പുറക്കാട്? ഇല്ല, അപകടകരമായ ഒരു സ്ഥിതിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന വള്ളങ്ങളും ബോട്ടും എല്ലാം പിന്നെ ആൾക്കാരുണ്ടായിരുന്ന എല്ലാം ഇവിടുന്ന് മാറ്റി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. മറ്റ് അപകടങ്ങളൊന്നുമില്ല. പക്ഷെ കടലങ്ങ് നന്നായിട്ട് ഉൾവലിഞ്ഞ് മൊത്തത്തിൽ ഇപ്പോൾ തീരത്ത് ചെളിയാണ് ഈ കുറെ അധികം ഭാഗം. സാധാരണ ഇങ്ങനെ ഒരു സംഭവിക്കുന്നതല്ല. ചില സമയത്ത് ചാകര വരുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെളി അടിയാറുണ്ട്. പക്ഷെ ഇത് കടലിങ്ങനെ വലിഞ്ഞു പോയിട്ട് വന്നേക്കുന്ന ചെളിയാണ്. അപ്പൊ അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പുന്നപ്രയിൽ, ഇവിടെ തന്നെ പുന്നപ്രയിൽ ഇതുപോലെ സംഭവിച്ചു. അത് പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ പുനഃസ്ഥാപിച്ചു. പഴയ പോലെ കടല് തിരിച്ചു വരുന്ന സാഹചര്യം വന്നു. മറ്റേ അപകടങ്ങളും മറ്റൊന്നുമില്ല. ഒരു സാധാരണ ഉള്ള സംഭവമല്ല ഇത്. ഓ ശരി. ഈ പോയ വള്ളങ്ങളൊക്കെ തിരിച്ചു കയറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? അതിപ്പോ ഇവിടെ ഒരു 3-4 വള്ളങ്ങൾ ഇങ്ങനെ ഈ ദൂരെയുള്ള ആളുകളുടെയാണ്. ബാങ്കിൽ വെക്കുന്ന വള്ളം അങ്ങോട്ട് മാറി കിടപ്പുണ്ട്. അത് ജലം ഉള്ളിടത്ത് തന്നെ കിടക്കുന്നത്, ഈ ചെളിയിലല്ല. ബാക്കി ഉണ്ടായിരുന്ന തീരത്തുണ്ടായിരുന്ന വള്ളങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് തൊഴിലാളികൾ തന്നെ ഉണ്ടായിരുന്നില്ല. രാവിലെ ഉണ്ടായിരുന്നിട്ടെല്ലാം കൂടെ അത് മാറ്റി സുരക്ഷിതമാക്കി മാറ്റിയിട്ടുണ്ട്. അത് രാവിലെ തുടങ്ങിയതാണ്. ഇപ്പൊ അങ്ങനെയാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് ചെറുതായിട്ട് ഇതിന്റെ വെള്ളം ഇങ്ങനെ തീരത്ത് വരും, പിന്നെ തിരിച്ച് വീണ്ടും അകത്തോട്ട് പോകുന്ന നിലയിലാണ്. മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. ശരി, വളരെയധികം നന്ദി. ശ്രീ എച്ച് സലാം MLA ആണ് നമ്മളോട് സംസാരിച്ചത്. വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചെളി അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് പുറക്കാടുള്ളത്. എന്തായാലും കടൽ ഉൾവലിഞ്ഞിരിക്കുന്നത് 300 മീറ്ററോളം ഭാഗത്തേക്കാണ്. 50 മീറ്ററോളം ദൂരമാണ് കടൽ ഉൾവലിഞ്ഞത്. പുറക്കാട് മുതൽ തൈക്കോട്ട് വരെയുള്ള 300 മീറ്ററോളം. എന്തായാലും അവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് MLA തന്നെ പറയുന്നു. ശരണ്യ സ്നേഹിതൻ അതിന്റെ വിശദാംശങ്ങളും നൽകി. നമ്മൾ വളരെ വേഗം മടങ്ങിയെത്തും. പ്രധാനമന്ത്രി എത്താൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. വലിയ ആവേശത്തിലാണ് പാലക്കാട്. ആ വാർത്തയിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുക. സൗജന്യമായിട്ട് വൈദ്യുതി കിട്ടുമായിരുന്നില്ല. എല്ലാ തരത്തിലും ഇരുട്ടിലാവുമായിരുന്നു മോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ. മോദി ഉള്ളത് കൊണ്ട് മാത്രമാണ്, NDA ഭരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് കേരളം ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. ഇവിടുത്തെ വികസന പ്രതിസന്ധിക്ക് ഉത്തരവാദി LDFും UDFുമാണ് എന്നുള്ള തിരിച്ചറിവ് മലയാളികൾക്കുണ്ടായിരിക്കുന്നു. ആ തിരിച്ചറിവിന്റെ ലക്ഷണമാണ്, അതിന്റെ പ്രത്യേകതയാണ് ജനങ്ങൾ ഈ രീതിയിൽ മോദിയെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നതിന്റെ കാരണം. ഒന്നുമില്ല, അത് പ്രതിപക്ഷത്തിന് വീണ്ടും കള്ളപ്പണം ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. ശരിയായ രീതിയിൽ സുതാര്യമായ നിലയിൽ ബാങ്ക് വഴി പിന്നെ ഇടപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുന്നതിനെ മാറ്റിയിട്ട് പഴയതുപോലെ കോൺഗ്രസിന് കള്ളപ്പണം ഇറക്കാനുള്ള ഒരു വഴിയായിട്ട് അത് മാറുന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യം അതിലില്ല. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഗവൺമെന്റ് നടപ്പാക്കിയത്. അത് പിന്നെ ജനങ്ങൾ അത് തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇവിടെ ഒരു സംസ്ഥാനം അല്ല, അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ആ കോടതി വിധിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാക്കുക എന്നുള്ളത് മോദി സർക്കാരിന്റെ ഒരു പ്രതിജ്ഞാബദ്ധതയാണ്. അത് വരുന്ന 5 കൊല്ലം നമുക്ക് വീണ്ടും മോദി സർക്കാർ വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും എന്താണ് ചെയ്യുന്നത്? കള്ളപ്പണം ഉപയോഗിച്ച് ഇവിടെ കേരളത്തിലാണെങ്കിൽ സഹകരണ ബാങ്കുകളിൽ കൊണ്ടുപോയി പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ED അന്വേഷിച്ചു കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അഴിമതി. 32 ബാങ്കുകളാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും അത് ചർച്ച ചെയ്യുന്നേയില്ല. 32 സഹകരണ ബാങ്കുകളിലാണ് ഒരു പാർട്ടി വ്യാജ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി, പിണറായി വിജയന്റെ പാർട്ടി ഒരു ജില്ലയിൽ മാത്രം 32 ബാങ്കുകളിൽ സഹകരണ സ്ഥാപനങ്ങളിൽ കള്ള അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കേരളമാകെ അവരെത്ര കള്ളപ്പണം ഉപയോഗിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും CPM-ഉമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഡിജിറ്റലായിട്ടുള്ള ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. സുതാര്യതമാക്കാം. അയ്യോ, ഇതൊക്കെ വെറുതെ. രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം ചൌക്കിദാർ ചോർ എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ബഹളം വെച്ചു. അയാൾക്ക് ഇപ്പൊ എത്ര സീറ്റുണ്ട്? ഈ പ്രതിപക്ഷ മുന്നണി ഇന്ത്യയിൽ തകർന്നടിയും. കാരണം മോദി എന്ന് പറയുന്ന നേതാവിനെ അവിശ്വസിക്കാൻ
140 കോടി ഇന്ത്യക്കാരും തയ്യാറാവില്ല. അത്ര സുതാര്യതയുള്ള ഒരു നേതാവാണ്, അത്ര വിശ്വാസ്യതയുള്ള ഒരു നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് ഈ ചപ്പടാച്ചി വാദങ്ങളൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇന്ത്യയിൽ 3ാം വട്ടവും നരേന്ദ്രമോദി സർക്കാർ ഇപ്രാവശ്യം 400-ലേറെ സീറ്റുകളുമായിട്ട് NDA അധികാരത്തിൽ വരും. അല്ല, അത് ആ വിവാദം അവസാനിച്ചല്ലോ. വിവാദം അവസാനിച്ചല്ലോ. കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഉണ്ടാക്കിയ വിവാദം തന്നെ അവരിൽ തന്നെ അത് പറഞ്ഞല്ലോ. സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത ഇടനിലക്കാരെ വിടേണ്ട ഒരു കാര്യം ഉണ്ടോ? സുരേഷ് ഗോപിക്ക് നേരിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടുള്ള ആളാണ്. എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളാണ്. ഞങ്ങൾക്കെല്ലാം വളരെ പരിചയമുള്ള ആളാണ്. ഏതാണ് ഈ ഇടനില? അപ്പൊ ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് മൂവാണ്. നിരാശരായിട്ടുള്ള CPM-നും കോൺഗ്രസിനും ഇത്തരം പ്രചാരണങ്ങളിലൂടെ രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹമാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ല, അതൊന്നും നമ്മുടെ ഒരു ഒരു ജനാധിപത്യ സമൂഹമാണ്. നമ്മളെ നാടൊരു എന്താ പറയുക, ബൈപോളാർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മൾട്ടി ഇതാണ്. ആൾക്കാർ പല കക്ഷി ബഹുസ്വരമായിട്ടുള്ള ഒരു സമൂഹമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒരു പാർട്ടി ആയാൽ പിന്നെ ജനാധിപത്യം ഉണ്ടാവുമോ? നമ്മളതൊരു ജനാധിപത്യ സംവിധാനമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താഗതിയാണ് വേറെ ആരും പാടില്ല, പ്രതിപക്ഷം ഇവിടെ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പാർട്ടി ലോകത്തില്ല. അവർക്ക് വേറെ പ്രതിപക്ഷമില്ല. ചൈനയിൽ പ്രതിപക്ഷമുണ്ടോ? റഷ്യയിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ടായിരുന്നോ? കിങ് ജോൺ ഉന്നിന്റെ നാട്ടിൽ പ്രതിപക്ഷം ഉണ്ടാവും. ഇന്ത്യ വെടിവെച്ചു കൊല്ലും മാധ്യമങ്ങളെല്ലാം. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് എന്ത് വർത്തമാനം പറയുന്നവർക്ക് ആവാം. BJP ഇതിലൊക്കെ വിശ്വസിക്കുന്നു. ആർക്ക് വേണമെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കാം. നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ എല്ലാ പാർട്ടികൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നെന്താണ് ഈ കേരളത്തിലെ സ്ത്രീകൾ, നിങ്ങൾ നവരാത്രി കാലം ഒന്നും കണ്ടിട്ടില്ലേ? കേരളത്തിൽ ദേവി ശക്തി എത്രമാത്രം, ഇത്രയധികം ദേവീ ശക്തിക്ക് പ്രാധാന്യമുള്ള ഒരു സ്റ്റേറ്റ് വേറെയില്ല. ശങ്കരാചാര്യരെ പ്രതിഷ്ഠിച്ച എത്രയോ ക്ഷേത്രങ്ങൾ, എത്രയോ ആരാധന സമ്പ്രദായങ്ങൾ, ശക്തിപൂജയുടെ വലിയൊരു സ്റ്റേറ്റാണ് കേരളം. ആ ശക്തിയെയാണ് രാഹുൽ ഗാന്ധി അവമാനിച്ചിരിക്കുന്നത്. അതിന്റെ തിരിച്ചടി രാഹുൽ ഗാന്ധിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും കിട്ടും. റോഡ് ഷോ തുടങ്ങാൻ വെറും 5 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ജനപങ്കാളിത്തം കുറവാണെന്നൊരു വിലയിരുത്തലുണ്ടോ? അത് കൈരളിക്കാർക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ അതിന് അവർ വേറെ പണി നോക്കാൻ പറയും. കൈരളിക്ക് ചൊറിച്ചിൽ കൂടുമല്ലോ. മോദി ഓരോ പ്രാവശ്യം വരുമ്പോഴും കൈരളിക്കും പിണറായി വിജയനും ചൊറിയും. അത് വീട്ടിൽ വെച്ചാൽ മതി മോനെ കേട്ടോ. കിഴിപ്പേട്ടിലേക്ക് പ്രമുഖ നേതാക്കൾ എല്ലാവരും പോകുന്നു. ഓക്കെ. പ്രധാനമന്ത്രി പാലക്കാട് എത്തുന്നതിന് മുന്നോടിയായി കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാം സുതാര്യമാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ BJPക്ക് ഇക്കാര്യങ്ങളെല്ലാം സുതാര്യമായാണ് നടത്തുന്നതെന്നും ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു കെ സുരേന്ദ്രൻ. വിവാദങ്ങളൊക്കെ എല്ലാം അവസാനിച്ചു എന്നും വലിയ പ്രതീക്ഷയാണ് കേരളത്തിലുള്ളത് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്തായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തും. മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി 5 വിളക്കിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇത്തവണത്തെ പ്രത്യേകത പൊതുസമ്മേളനമില്ല, പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നില്ല, റോഡ് ഷോ മാത്രമാണുള്ളത്. കൃത്യമായ സമയം. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഹെലിപാഡിലെത്തും. അതിനുശേഷം 10:30 തന്നെ റോഡ് ഷോ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വലിയ ആവേശത്തിലാണ് പാലക്കാട് പ്രവർത്തകർ ഉള്ളത്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ വരും മണിക്കൂറിലും പ്രേക്ഷകർക്കായി അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിശദാംശങ്ങളും എത്തിക്കും. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.